ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം 1871 ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയാണ് ഈ ചരിത്ര വിസ്മയത്തിൻ്റെ ശില്പി. 1877 പണി പൂർത്തിയാക്കിയ ഈ പാലത്തിന് 400 അടി നീളമുണ്ട്. സിമൻറ്റ് ഉപയോഗിക്കാതെ കരിങ്കല്ല് തൂണുകളെ ഉറപ്പിക്കാൻ സുർക്കി, ചുടുകട്ടപ്പൊടി, കടുക്ക, ശർക്കര എന്നിവ ചേർത്ത മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും കപ്പൽ മാർഗം എത്തിച്ച കൂറ്റൻ ഇരുമ്പ് ചങ്ങലകൾ കല്ലടയാറിൻ്റെ തീരത്തെ ആഴത്തിലുള്ള 4 കിണറുകളിലായാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് പാലത്തിന് അസാമാന്യമായ ബലവും വഴക്കവും നൽകുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാനായി പാലത്തിന് കുലുക്കം നൽകുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. ഭാരമേറിയ മൃഗങ്ങൾ കയറുമ്പോൾ പാലം ആടുന്നത് കണ്ട് അവ പേടിച്ച് പിന്തിരിയുമായിരുന്നു. പാലത്തിൻ്റെ പ്രവേശന കവാടങ്ങളിലെ സിംഹമുഖങ്ങൾ ബ്രിട്ടീഷ് ഗാംഭീര്യത്തെ അടയാളപ്പെടുത്തുന്നു. 1972 പുതിയ പാലം വരുന്നതുവരെ വാഹന ഗതാഗതത്തിനായി ഈ വിസ്മയം ഉപയോഗിച്ചിരുന്നു. ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണിത്. 140 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മലയാളികളുടെയും കടമയാണ്. ഈ വിസ്മയത്തെ നമുക്ക് അഭിമാനത്തോടെ സംരക്ഷിക്കാം.